ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡായിരുന്നു കേട്ടോ. അതും നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു. നമ്മുടെ ബിഗ് ബോസിന്റെ ഈ ഒരു സീസൺ 7 വരെ ഇമ്മാതിരി ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയൻ മിഥുന്റെ കഥ പറഞ്ഞപ്പോ അത് ചോദിക്കാവുന്ന ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതും നല്ല രീതിയിൽ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രതീക്ഷകളൊന്നും ഒട്ടും കൈവിടാതെ നല്ല രീതിയിൽ ലാലേട്ടൻ അത് മാനേജ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഒരു തീപ്പൊരി എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. തീ പാറിക്കുമായിരുന്നു ലാലേട്ടൻ. ഇനി അതിന്റെ ബാക്കി നാളെ ഉണ്ട്. പലരെയും തീ പാറിക്കും, കിളി പാറിക്കും, എല്ലാം പാറിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും അനു പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. അത് അനു വളരെ നല്ല അല്ലേ, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതി തന്നെ. ഇത്രയും ക്യാമറ കണ്ടു, ഇത്രയും ഇത്രയും പേര് ചെക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി ഇല്ല. അതായത് ബാക്കിയുള്ളവർ പറയുന്നത് കള്ളം എന്ന രീതിയിലാണ് അനു ഇത്രയും പറയുന്നത് തന്നെ. അതായത് ഈ ഒരു ചൊല്ലുണ്ട്, നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ അത് കള്ളമാണെങ്കിലും നമ്മൾ അതിൽ തന്നെ പിടിച്ചു നിൽക്കണം. ഒരു രീതിയിൽ അത് മാറ്റാതിരുന്നാൽ അത് പിന്നെ അങ്ങ് സത്യമായി മാറും. അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവരും നമ്മൾ അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് സത്യമായി വിചാരിക്കും എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് കേട്ടോ. അതാണ് ഇവിടെ പറയേണ്ടത്, അല്ലാതെ വേറൊന്നും പറയാനില്ല. മാത്രമല്ല എന്ത് സ്ട്രോങ് ആ കരച്ചിലൊന്നും കണ്ടതേ ഇല്ലല്ലോ. അതെ അതെ, അനുവിന് ഇന്ന് കരയാൻ വേണ്ടായിരുന്നു. അത്രയ്ക്ക് അമ്മാതിരി ഡബിൾ ട്രിപ്പിൾ അല്ല, എന്തൊക്കെയോ സ്ട്രോങ് ആണ് ആള്. അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാറിലെ ചില കമന്റ്സുകൾ കണ്ടായിരുന്നു കേട്ടോ. ബിഗ് ബോസ് അത് കാണിക്കാതിരുന്നിട്ട് അനുവിനെ പറയുകയാണെന്നുള്ളത്. എന്ത് കാണിക്കാനാ ബിഗ് ബോസ്? അതും കൂടെ ഒന്ന് പറയും. ഇതുവരെ വെളിവ് വീണിട്ടില്ലാത്ത കുറെ പേരുണ്ടെന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ. അതെ അതെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് അവർക്ക് റേറ്റിംഗ് ആണ് വലുത്. ഇത് ഇന്നയാള് അവർക്ക് ശമ്പളം കൊടുത്ത് കുറച്ചു പേരെ വർക്ക് ചെയ്യിക്കുന്നത്. അവരവിടെ ഒരുവിധമൊക്കെ നോക്കും. ബാക്കി അവർക്ക് TRP റേറ്റിംഗ് ആണ് വേണ്ടത്. അതില്ലാതെ കാണിക്കാതിരിക്കുന്നു അവർ തോന്നുന്നുണ്ടോ? അതെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പിന്നെ ബിന്നിയുടെ ഒരു ഹൊറിബിൾ സ്റ്റാൻഡാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഇന്നലെ ബിന്നിയും നമ്മുടെ റണ ഫാത്തിമയും കൂടി ഇരുന്ന് പറഞ്ഞായിരുന്നു ചില രീതികളൊക്കെ അനു പറഞ്ഞതിന് ശേഷം ഈ ഗിസേലിന്റെയും അതേപോലെ തന്നെ ആര്യന്റെതും ശ്രദ്ധിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു ബോണ്ടെന്നല്ല, ഒരു ലവ് ട്രാക്ക് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞ ബിന്നി ഇന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയാണ് അത് ഞങ്ങൾക്കറിയാം, അത് ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടാണെന്ന്, വേറൊന്നും അല്ലെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നും പറഞ്ഞു. എന്റെ ബിന്നിയെ ഇമാതിരി ഈ തലതിരിയായെന്ന് പറഞ്ഞാ അത് ബിന്നിയെ കൊണ്ട് പറ്റത്തില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഞാനത് അല്ല, നമ്മള് ഈ ഗിസലിന്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞേ ഒരു തീപ്പൊരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇനി അവർ ഇനി എന്തൊക്കെ കാണിച്ചാൽ അവരുടെ മനസ്സിൽ തോന്നും ഇനി ഇങ്ങനെ വരുമ്പോ ഉണ്ടോ കാര്യം, എല്ലാവരും ഗെയിം കളിക്കാൻ വരുന്നവരല്ലേ തോന്നുന്നു. അതെ, പക്ഷെ അത് അതിൽ ഉറച്ചു നിൽക്കുക, അല്ലാതെ വീണ്ടും സ്റ്റാൻഡ് മാറ്റി കളിക്കുകയല്ലല്ലോ വേണ്ടത്. അത് ലാലേട്ടൻ നമുക്ക് കൺഫേം ആയി, അതുകൊണ്ട് സ്റ്റാൻഡ് മാറ്റാന്ന്. ഓക്കെ. അതേപോലെ തന്നെ ആദിലയ്ക്കും നൂറയോടും ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രസീവ് ആയിട്ട് ചിന്താഗതിയായിട്ട് വന്നവരാണ്, നിങ്ങൾ പോലും അത് ഡെമോ കാണിക്കാൻ അല്ലെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ, ബോധപ്പെടുത്തി കൊടുത്തല്ലോ, അത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. മോള് പറഞ്ഞായിരുന്നല്ലോ, റിവ്യൂല് പറഞ്ഞായിരുന്നു ആ ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ലക്ഷ്മിയുടെ ഒരു ചീപ്പ് സ്റ്റാൻഡ് കൂടി കാണാൻ പറ്റി അല്ലേ? ലക്ഷ്മിയുടെയും ഒരു സ്റ്റാൻഡ് അടിപൊളിയാണ് കേട്ടോ. കാരണം ലക്ഷ്മി ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോ അനുവിനോട് പറഞ്ഞത് നന്നായി, ഞങ്ങൾ എല്ലാവരും അത് കണ്ടതാണ്, എല്ലാവർക്കും ഇപ്പൊ കണ്ടവർക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ട്, ഒരു പെൺകുട്ടിയല്ലേ എത്രയും കേട്ടോണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ അനുവിനെ സപ്പോർട്ട് ചെയ്ത ലക്ഷ്മി ഇന്ന് നേരെ സ്റ്റാൻഡ് തിരിച്ചിട്ട് പറയുന്നുണ്ട്, അനു ഈ ഒരു ഇതില് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി എന്ത് ചീപ്പ് ഗെയിമും കളിക്കുക കേട്ടോ. അപ്പൊ ലക്ഷ്മിയുടെ സ്റ്റാൻഡും അവിടെ നല്ല രീതിയിൽ നമുക്കത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, നെവിൻ ആണെങ്കിലും ഒരു ക്യാപ്റ്റൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മസ്താനിക്കിട്ട് ചെറിയൊരു കൊട്ടു കൊടുത്തിട്ടുണ്ട്. അത് നാളെ പിടിച്ചോളാം എന്നാണ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മസ്താനി കുറച്ചൊരു ഓവർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നല്ല ഓവർ ആവുന്നുണ്ട് മസ്താനി. എന്തായാലും അതിന് നാളെ കിട്ടും. പക്ഷെ മസ്താനിക്കും ഈ ഇത് തന്നെ കിട്ടിയ ലാലേട്ടൻ പറഞ്ഞാലും ഒന്നും ഇല്ലാത്ത ഒരു രീതി എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊന്നും ഏക്കത്തില്ലാന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ അക്ബറിന്റെ ഒരു കുത്തുപാട്ടുണ്ടായിരുന്നു എപ്പോഴത്തെയും പോലെ. പക്ഷെ ഈ ഓണം സെലിബ്രേഷന്റെ ഇടയിൽ അത് അത്ര ആവശ്യമുള്ള അല്ല. ഈ അക്ബറിന്റെ പാട്ടൊക്കെ പാടാം, പക്ഷെ എല്ലാ പാട്ടും ബാക്കിയുള്ളവരെ കുത്താൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ആവുമ്പോ ഒരു ഫംഗ്ഷൻ ഒക്കെ വരുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ വരുന്ന സമയത്ത് എന്തിനാണ് ഈ നെഗറ്റീവ് ആയിട്ട് ഒരു പാരഡി പോലൊക്കെ കൊണ്ടുവരുന്നത്? അതെ. എന്തായാലും അപ്പാനി ഭയങ്കര വിഷമത്തിലാണ്. നമ്മുടെ ഇന്ന് അത് പറയാൻ വിട്ടുപോയി, ഇന്ന് പതിവിലും വിപരീതമായിട്ട് 2 എവിക്ഷനാണ് കേട്ടോ നടന്നിരുന്നത്. അതും നമ്മുടെ രേണു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് ലാലേട്ടന്റെ കൂടെ അങ്ങ് പോയേക്കുന്നത്. അതും രേണുവിനോട് 2-3 വട്ടം പോണോന്ന് ചോദിച്ചിട്ട് ചിരിച്ച് അത് ദേഷ്യം വരുമ്പോ പറയുന്നതാണ്, ലാലേട്ട
എന്നും പറഞ്ഞ് അങ്ങ് നിന്നിട്ട് നമ്മുടെ ലാലേട്ടൻ വിളിച്ചോണ്ട് അങ്ങ് പോയി കേട്ടോ. പണി പാളി എന്നുള്ള രീതിയിലാണ് രേണു പോയത്. അത്ര സന്തോഷമൊന്നും രേണുവിന്റെ മുഖത്ത് ഇല്ല. പിന്നെ കാണിച്ചെന്നേ ഉള്ളു. പിന്നെ കിട്ടിയ അവസരം ബിഗ് ബോസും വിട്ടില്ല. പിന്നെ വെറുതെ ശമ്പളം കൊടുത്ത ഒരാളെ അകത്തിരുത്തേണ്ട കാര്യമില്ലല്ലോ. അതിലും പണി എടുക്കുന്നുണ്ട് നമ്മുടെ സ്പൈയൂട്ടൻ. അതെ. അതുകൊണ്ട് എന്തായാലും അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല കാര്യം, നല്ല തീരുമാനം. അതെ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പാനി പോയത്, എനിക്ക് അപ്പാനേക്കാളും പോവാനായിട്ട് അവിടെ ഉള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെ, എനിക്കും അതിൽ അപ്പാനെയും കാട്ടി. കാര്യം പുള്ളിക്കാരന് ശരിയാണ്, കൂടുതൽ സംസാരിക്കുന്നുണ്ട്, അനാവശ്യമായ വാക്കുകൾ പറയുന്നുണ്ട്, പിന്നെ ഗെയിമും കളിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാത്തവരുണ്ടായിരുന്നു. അപ്പം അവരെയും കൂടി ഔട്ടാക്കിയിട്ടില്ലേ? ഔട്ടാക്കിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഇനിയിപ്പോ ശൈത്യ നാളെ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, അറിയില്ല. ശൈത്യയും സേഫ് ഗെയിമർ ആണ്, പോകുന്നതാണ് നല്ലത്. അപ്പാനി പിന്നെ ഒരുപാട് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അപ്പാനിയും ഇപ്പൊ പോയത് നന്നായി. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി അപ്പാനെ വെച്ച് നോക്കുമ്പോൾ ഉണ്ണിയിൽ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ചെറിയായിട്ട് എല്ലാത്തിനും സംസാരിച്ച് ഗെയിം കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഉണ്ണിയിൽ അത്രയ്ക്കങ്ങ് ഇല്ല. പക്ഷെ അഭിലാഷും എനിക്ക് ഒരു രീതിയിലും ഭയങ്കര സേഫ് ആയിട്ട്, ഭയങ്കര ആലോചിച്ചിട്ടൊക്കെ വാ തുറന്ന് ഒന്ന് രണ്ട്, അതായത് ഓരോ അടി നടക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ മുന്നിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി നിന്നിട്ട് ഒരു ഡയലോഗ് അതിനെ കുറിച്ച് എന്തോ ഭയങ്കരമായിട്ട് ഞാൻ കണ്ടു എന്നുള്ള രീതിയിൽ പറയുന്നതല്ലാതെ ഗെയിമിലോട്ട് അധികം ഇറങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പോലെയാണ് അഭിലാഷിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കണ്ടന്റും ഇല്ല. സാധാരണ ഗ്രൂപ്പിലുള്ള ഒരു കണ്ടന്റെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതും ഇല്ല. ആള് ഗ്രൂപ്പിൽ നിന്നും മാറി അങ്ങ് ഒറ്റയ്ക്ക് പക്ഷെ ഒരു കണ്ടന്റും ഇല്ലാതെ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ. പിന്നെ വേറെ ആരും ഇല്ലല്ലേ? വേറെ അങ്ങനെ ആരുമില്ല. അപ്പൊ നമുക്ക് എപ്പിസോഡിലേക്ക് വരാം. അപ്പൊ നമുക്ക് നമ്മുടെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഇന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. അതിന് മുന്നായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് ഡേ 34 എപ്പിസോഡ് റിവ്യൂ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ലാലേട്ടനാണ് വരുന്നത്. രാവിലെ അല്ല കേട്ടോ, വൈകിട്ടാണ് അവിടെ ഷൂട്ട് നടന്നത്. നമ്മുടെ ലാലേട്ടനാണ് വരുന്നത്. ലാലേട്ടൻ വന്നിട്ട് നല്ലൊരു ബ്ലൂ കളറില് ഒരു വൈറ്റ് പ്രിന്റ് ഒക്കെ വരുന്ന ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അതെ, വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഓണാശംസകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരാഴ്ച നടന്ന ആ ഒരു റീക്യാപ്പ് വീഡിയോ ഉണ്ടല്ലോ, അതാണ് കാണിക്കുന്നത്. അതിൽ സംഭവ ബഹളമായ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രൈഡേയിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊരു വൈകിട്ട് 4 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ഷാനവാസും ആദിൽ, നൂറ, അക്ബർ ഇവരൊക്കെ ഇരിക്കുമ്പോൾ അനുവും ഉണ്ട് കേട്ടോ. അപ്പൊ ഷാനവാസ് അനുവിനോട് പറയുന്നുണ്ട്, എന്തിനാണ് നീ ചോദ്യങ്ങൾ ഭയക്കുന്നത്? ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നവരുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട്, തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ പറഞ്ഞു, തിരിച്ചു ചോദിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരം പറയും. അപ്പൊ അനു എന്നാ ചോദ്യങ്ങളെ ഭയക്കാതെ നിൽക്കുന്നു നമ്മുടെ ഷാനവാസ് പറയുമ്പോഴത്തേക്ക് അനു അങ്ങ് നടന്നു പോയി കേട്ടോ. അപ്പുറത്തേക്ക് അക്ബർ പറയുന്നുണ്ട്, ചോദ്യത്തിന് മറുപടി ഇല്ല, അതുകൊണ്ടാണ് നിൽക്കാതെ പോകുന്നത്, നമ്മളിത് എത്ര കണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദില പറയുന്നത്, ഞാൻ ചോദിച്ചാൽ അവൾക്ക് മറുപടി പറയാനേ പറ്റില്ല, അവൾ ഇല്ലാതാവും ഞാൻ ചോദിച്ചതിന്, അത് അവള് പോണേന്നുള്ള രീതിയിൽ ഇവരിരുന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അനു ആരെന്തോ ചോദിക്കാൻ വന്നാലും അനു അങ്ങ് നടന്ന് പോയി എസ്കേപ്പ് ആയി പോകും. ഒരു കണക്കിന് നോക്കി അത് നല്ലതാണ്. കാരണം ആളൊരു ഗെയിം കളിക്കാനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ആളുടെ ഗെയിം ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അധികം പുറത്തു വരും എന്ന് കരുതിയിട്ട് ഒരു ഇത് തന്നെയാണ് അനീഷ് കാണിക്കുന്നത്. അധികം ആർക്കും അങ്ങോട്ട് സംസാരിക്കാനോ നിൽക്കാനോ പിടികൊടുക്കാറില്ല. അതും ഒരു ഗെയിം ആണ് അല്ലേ? പക്ഷെ അകത്ത് സംസാരിച്ചത് പിടികൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല, വെളിയിൽ പിടി വീഴും. അതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു 9:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ രേണു നിന്ന് പാത്രം കഴുകിയിട്ട് പറയുന്നുണ്ട്, എന്നെ അങ്ങ് പറഞ്ഞു വിട്, നാളെ എന്നെ അങ്ങ് പറഞ്ഞു വിട്, എനിക്ക് ഏത് പ്രേക്ഷകരാണോ വോട്ട് ചെയ്യുന്ന എന്റെ പ്രേക്ഷകരെ എന്തോന്ന് എന്നെ അങ്ങ് പറഞ്ഞു വിട്, നാളെ ഞാൻ അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞ രേണു എന്ന് പറഞ്ഞ് പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. ബിഗ് ബോസ് കയറിയെന്ന് നമ്മളെ കുറ്റം പറയുന്നത് എന്ത് പറയാനോ. അതെ. പിന്നെ മാരുതി സുസുക്കിയുടെ ഒരു പുതിയ വണ്ടി വിക്ടോറിയസോ എന്തോ വീല് തുടങ്ങുന്ന ഒരു കാറ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഇരിപ്പിടുണ്ട്. അവിടെ അനു മനീഷും കൂടി ഇരുന്ന് ഇതിനെ പറ്റി ചുമ്മാ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഫ്രൈഡേ എപ്പിസോഡിലായിട്ട് കാണിച്ചത്. ഇത് കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്ന ഉടനെ നമ്മളോട് പറയുന്ന കാര്യം, നമുക്കൊരു സിനിമ കണ്ടാലോ? അപ്പൊ അനുമോളെ കാണണ്ടേ, ആദില, നൂറ, പുതപ്പൊക്കെ വേണോ? എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ആദ്യം കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഷാനവാസും അഭിലാഷും അനു ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അതായത് ഇവര് പുതപ്പിൻ ഇരിക്കുന്ന കാര്യം മസ്താനി വന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു, അത് ഡയറക്റ്റ് ചോദിച്ചായിരുന്നു എന്ന രീതിയിലാണ് അനു അവിടെ സംസാരിക്കുന്നത്. അപ്പം
ഷാനവാസ് അഭിലാഷ് അത് ചോദിച്ചോ എന്നുള്ള രീതിയിൽ ആ ഒരു കോൺവെർസേഷൻ അത് കാണിക്കുന്നുണ്ട്. പിന്നെ ചോദിച്ചോ എന്നുള്ളതല്ല, അവര് കിടക്കുന്ന അനു കണ്ടു, 13 ദിവസമായിട്ട് അവർ ഒരുമിച്ച് കിടക്കുന്നു, അത് അനു കണ്ടു എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതല്ല പറഞ്ഞത്, ഈ ഒരു സംഭവമാണ് കേട്ടോ അവിടെ സംസാരിച്ചത്. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് പ്രവീൺ ഇങ്ങനെ വഴക്കിടുമ്പോ ഈ ഗിസേലിനോടും ആര്യനോടും പറയുന്നത്, ഓ ഒരു കട്ടില് മതിയല്ലോ, ഒരു പുതപ്പിൽ അങ്ങോട്ട് കിടക്കാം ഇങ്ങോട്ട് കിടക്കാന്ന് പറഞ്ഞ ആ പറയുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ മസ്താനയും അനുവും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ മസ്താനി അനുവിനോട് പറയുന്നുണ്ട് പുറത്തിങ്ങനെ ഇവർ ഒരുമിച്ച് കിടക്കുന്നത് കണ്ടു. അപ്പൊ അനു പറയും ഞാനും കണ്ടു എന്ന് പറഞ്ഞ് അത് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഹൗസിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് ഇരുന്ന് ചർച്ച ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ഈ പ്രശ്നം അനു വന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ പറയുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ആര്യൻ ഇത് എന്തോ ആര്യൻ പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് അത് ഫുള്ള് കാണിച്ചിട്ടോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ജിഷിം വന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അതേ കണക്ക് ആദ്യം എന്ന് വരുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഗിസയില് അല്ലേ അതിൽ നിന്ന് എടുത്ത് ശൈത്യം എടുത്ത് വെളിയിൽ നിന്ന് ഗാർഡൻ ഏരിയ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, ലാലേട്ടൻ വരുമ്പോൾ ഇതിനൊരു തീരുമാനം എടുക്കണം, ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല, ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ സംസാരിക്കും, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതെ. ഇത് കഴിഞ്ഞിട്ട് ആര്യൻ കരഞ്ഞിങ്ങനെ ബിഗ് ബോസിനോട് എന്നെ ഇത് പറയുന്ന കണ്ടില്ല, ബിഗ് ബോസ് ഇത് ചെറ്റത്തരാണെന്നും പറഞ്ഞ് പറയുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒണിയല് പറയുന്നുണ്ട് ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് പുരോഗമനം എന്ന് പറഞ്ഞിട്ട് അവർ എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒണിയൽ പറയുന്നത് അതുമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും സീൻസ് അവിടെ കാണിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അനുവിനെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട് കേട്ടോ. അനു ഒരു കുലുക്കൊന്നും ഇല്ലാതെ എണീറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നത് എന്ത് തോന്നുന്നു, സന്തോഷം തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് നാണമുണ്ടോ? ഉടനെ ലാലേട്ടൻ തിരിഞ്ഞേട്ടോ, നിങ്ങൾക്ക് നാണമുണ്ടോ, എന്തൊക്കെയാണ് ഈ വിളിച്ചു കൂവി പറയുന്നത്, ഞങ്ങൾക്കൊക്കെ പുറത്തു പോകണ്ടേ, ഇതൊരു 3-4 ജനറേഷൻ കാണുന്ന ഒരു ഷോ ആണ്, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ജിഷിന്റെ അടുത്ത് ജിഷിനെ വിളിച്ച് ചോദിക്കുന്നത് എന്താ അവിടെ ചെന്നിട്ട് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറയുന്നു. അപ്പൊ മസ്താനിയും മസ്താനിന്ന് വിളിച്ചിട്ട് മസ്താനിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ കുട്ടി അവിടെ ചെന്നിട്ട് കാണിക്കുന്നേ, കാട്ടിക്കൂട്ടുന്നത്, പുറത്തെ കാര്യങ്ങളൊക്കെ പറയാനാണോ അവിടെ വന്നേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മസ്താനി പറയുന്നത് ഞാൻ കണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ലാലേട്ട. അപ്പൊ ലാലേട്ടൻ എന്നാ കാണിച്ചു തരട്ടെ, കണ്ട കാര്യം മാത്രമാണോ പറഞ്ഞേക്കുന്നത്, ഒരു മര്യാദയൊക്കെ ഇല്ലേ, നിങ്ങൾ കണ്ടോ 2 days, അതായത് അനുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ, അപ്പം അനു പറഞ്ഞു ഞാൻ കണ്ടു. അനു നിങ്ങൾ സെക്കൻഡ് ഡേ നിങ്ങൾ ജയിലിലല്ലായിരുന്നു, പിന്നെ നിങ്ങൾ എങ്ങനെയാ കണ്ടത്? അപ്പൊ അനു പറയുന്നുണ്ട് ഞാൻ കണ്ടു. അപ്പൊ ലാലേട്ടൻ പറയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അനു എനിക്കറിയില്ല ലാലേട്ടൻ ഞാൻ കണ്ടു. അപ്പൊ പറഞ്ഞേ ലാലേട്ടൻ ചോദിക്കും അറിയില്ലെന്നോ, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അറിയില്ലെന്ന് പറഞ്ഞ എങ്ങനെ, അറിയാതിരിക്കില്ലല്ലോ, കണ്ടില്ലേ? അപ്പോഴും അനു പറയുന്നു അതെ ഞാൻ കണ്ടു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ലാലേട്ടൻ ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം? അപ്പോൾ അനു പറയുന്നത് അത് എന്റെ അമ്മയെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഹൗസിലുള്ള എല്ലാവരും കൂടി പറയുന്നു അമ്മയെ പറയുന്നതിന് മുന്നേ അല്ല, അനു ഇതിനു മുന്നേ പറയും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞു ഇതിനു മുന്നേ നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അതല്ല, അത് കേട്ടപ്പോ അനു പറയുന്നുണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമ്മതിക്കുന്നുണ്ട്, സമ്മതിച്ച ശേഷം പറയുന്നുണ്ട് ആരുടെടുത്തും പറയില്ലെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ അനു പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് നാണം കെട്ട ആക്ട് ആണ് നിങ്ങൾ ചെയ്തതെന്ന് അറിയോ, ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ചെയ്തിട്ട്, അതും 2 പെൺകുട്ടികളും കൂടെ ഒക്കെ പുതപ്പിനടിയിൽ കിടന്നൊക്കെ കാണിക്കുന്നു, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ഗിസേലിന് എന്തിനെ പറ്റി പറയാനുള്ളതെന്ന് നോക്കുമ്പോൾ ഗിസേൽ പറയുന്നുണ്ട് അനുവിന് മേക്കപ്പ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും എന്നെ കുറിച്ച് പറയണമെന്ന് തോന്നി ലാലേട്ട, അതുകൊണ്ടാണ് വേറെ ഇതിൽ ഇവൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഗിസയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദിലെയും നൂറേനെയും ലാലേട്ടൻ പിടിച്ചെണീപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആയിരുന്നല്ലോ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തത്, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നോക്കുമ്പോൾ നൂറ പറയുന്നുണ്ട് അതില് ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു ഇങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പം അല്ല ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് തെറ്റായി പോയി എന്ന് നൂറ പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിന് പൊതുപ്പെടുത്തു കൊടുത്ത നിങ്ങളല്ലേ, അപ്പൊ നിങ്ങൾ ഇത്ര പുരോഗമന ചിന്താഗതി ആയിട്ട് നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്തത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ പറയുന്നുണ്ട് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയാം എന്തൊക്കെ മോശമാണ്, പുതപ്പെടുത്തു കൊടുക്കുന്നു, ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അവിടെ ഇരിക്കുന്നു കേട്ടോ. അതായത് ഇവരെ ഇരുത്തുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആര്യം പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും പുതപ്പിനടിയിൽ കിടന്ന് കഥയും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ബോയ്സും ഗേൾസും കിടക്കുന്നുണ്ട്, ഗേൾസും കിടക്കുന്നുണ്ട്, ബോയ്സും അല്ലാതെ ഗേൾസും കിടക്കുന്നുണ്ട്, ബോയും കിടക്കുന്നുണ്ട്, ഇവരെല്ലാം പുതപ്പിന്റെ അടിയിൽ തന്നെ കിടക്കുന്നത്.
അപ്പൊ പിന്നെ ഞങ്ങൾ മാത്രം കിടക്കുമ്പോ ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ ആര്യം നല്ല രീതിക്ക് പറയുന്നുണ്ട് അത് കാര്യങ്ങൾ. അപ്പോഴത്തേക്ക് അനു എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ഞാൻ കിടക്കുന്ന അടുത്ത് കിടന്നാൽ കാണും ഇവര് രണ്ടുപേരും മുഖം കൊണ്ട് കിസ് ചെയ്യുന്ന കണ്ടു എന്ന് അനു പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നത് കിസ് ചെയ്യുന്നു എന്നാണ് അനു പറഞ്ഞത്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ? അപ്പൊ അനു പറയുന്നു എനിക്ക് അറിയില്ല ലാലേട്ട, പക്ഷെ അവര് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ലാലേട്ടൻ അതെങ്ങനെയാ നിങ്ങൾക്ക് അറിയില്ലെന്ന് പറയുന്നിട്ട് നിങ്ങൾ ഓരോന്നങ്ങ് പറഞ്ഞു കൂട്ടുവാണോ, തോന്നിവാസം പറയുകയാണോ ഇവിടെ എന്ന് പറഞ്ഞ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉടനെ അനു തിരിച്ചു പറഞ്ഞു ഞാൻ കണ്ടതാ. അപ്പം ഒണിയിൽ എണീറ്റിട്ട് പറയുന്നു. അപ്പം ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളൂ, ഒണിയിൽ എനിക്ക് പറയൂ എന്ന് പറയുമ്പോൾ ഒണിയിൽ എണീറ്റിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇത്രയും പുരോഗമനമായിട്ട് വന്നതാണ്, അതും ആദിലും നൂറയും അതേപോലെ തന്നെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാളും ഒക്കെ ഉള്ള ഒരു ഷോ ആണ് ഇത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അനുവിന്റെ കണ്ണില് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്. അപ്പൊ കുടുംബ പ്രേക്ഷകർ കാണുന്നതാണെന്നും പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് അനു എല്ലാം ആ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്നതെന്ന് ഒണിയിൽ പറഞ്ഞു കേട്ടോ. അതെ അതെ, അതായത് അനുവിന് ഇപ്പം അനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇന്ന ആള് നോക്കുന്ന നോട്ടം ശരിയല്ല, ആളുടെ രീതി ശരിയല്ല, ആളുടെ പ്രവൃത്തികൾ ശരിയല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നതാണ്. അപ്പം അവരിലോട്ട് അത് ഇട്ട് കൊടുക്കുക, ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് കാര്യങ്ങൾ. അതാ വേറെ രീതിയിൽ പോകുന്നത്. അത് ഇവരും ഗെയിമായിട്ട് എടുക്കുന്നുണ്ട്. അത് ലാലേട്ട അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈ കുട്ടി വന്ന് അന്ന് തൊട്ട് അയാളുടെ നോട്ടം ശരിയല്ല, ഇയാളുടെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ, കുടുംബ പ്രേക്ഷകർ കാണിക്കാത്തതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതെന്താ ഇത് കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടുമെന്നും പറഞ്ഞ് ചെയ്യുന്നതാണോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. എന്നിട്ട് ശൈത്യം വിളിച്ചെണിപ്പിച്ചിട്ട് ചോദിക്കുന്നു നിങ്ങളല്ലേ അവരുടെ ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ ശൈത്യം ഞാനിപ്പോ ഫ്രണ്ട് അല്ലലായിട്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കും നിങ്ങളല്ലേ അവരെ കൂടെ നിന്നത്, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ ശൈത്യ അന്ന് ബെഡ് മാറി ആ ഒരു സമയത്താണ് ഈ ഒരു സീൻ നടന്നതെന്ന് പറയുന്നത്. അതിന് ഒരാഴ്ച മുന്നേ എങ്ങാണ്ട് ശൈത്യയെ വിളിച്ചിട്ട് അവന് പറയണ്ടി അങ്ങോട്ട് നോക്ക്, അവർ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന നോക്ക് ബെഡില് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ശൈത്യ പറഞ്ഞു എന്നാ പറയണത്. അങ്ങനെ അവർ ഒരുമിച്ച് സംസാരിച്ച എന്താണ് നീ നിന്റെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞു എന്നാണ് ശൈത്യ പറയുന്നത് കേട്ടോ. അത് ഗിസേല് ഓൾറെഡി ചോദിക്കുമ്പോ പറയുന്നുണ്ട് അനുമോളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുതപ്പ് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നല്ലാതെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ചിലപ്പോ അനുമോൾക്ക് ഡൗട്ട് തോന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം. പിന്നെ അതല്ലെങ്കിൽ അനുമോള് ടാക്ടിക് ആയിട്ട് എടുത്തായിരിക്കും. അനുമോൾക്ക് ഡൗട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഇല്ലേ ലാലേട്ടൻ പറയുമ്പോൾ മനസ്സിലാവണം. പക്ഷെ ഇത് ടാക്ടിക് ആയി, കാര്യം ശൈത്യം ഇല്ലാത്ത ദിവസമാണ് കണ്ടതെന്നും പറയുന്നത്. അല്ല ശൈത്യ വിശ്വസിക്കാൻ പറ്റൂല. ശൈത്യ സമയം കിട്ടുന്നതിനനുസരിച്ച് മാറി പറയാറുണ്ട് അനുവിനെതിരായിട്ട്. ആണല്ലോ, പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അതെ അതെ, എന്തായാലും അനുമോൾ നല്ല ഉറച്ച സ്റ്റാൻഡിൽ. അതെ ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ നമ്മുടെ ബിന്നി വിളിച്ചെടുത്തിട്ട് എന്താണ് തോന്നുന്നത്? അതെ. അപ്പൊ ബിന്നി പറയാ അല്ല അവര് തമ്മിൽ നല്ല ഫാമിലി ബോണ്ട് അല്ല ഫാമിലി ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് ലാലേട്ട, അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നേ ഇല്ലെന്ന്. അതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പറയാണ് ഇപ്പൊ വന്ന വൈൽഡ് കാർഡ് പുറത്തുനിന്ന് വന്ന് ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് പറഞ്ഞേ ഇത് വൈൽഡ് കാർഡ് അല്ല ഇത് വൈൽഡ് കാറ്റ് ആണ് എല്ലാരും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ അതിലും വലിയ മികച്ച സ്റ്റാൻഡ് ആയിരുന്നു. അപ്പൊ ലക്ഷ്മി വിളിച്ചു ചോദിച്ചപ്പോ ലക്ഷ്മി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്കും ഇതണക്ക് കണ്ടപ്പം നല്ല ഫ്രണ്ട്ലി, അവര് തമ്മിൽ നല്ലൊരു ബോണ്ടാണ്, നല്ല രീതിക്കാണ് പെരുമാറുന്നത്. പക്ഷെ അനു ഇതത്ര കറക്റ്റ് ആയിട്ട് അല്ലല്ല അനുവിന് ഇതെല്ലാം കണ്ടന്റാണ്. ഇവിടെ കണ്ടന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചീപ്പ് ഗെയിം വേണമെങ്കിലും അനു കളിക്കും എന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. അതന്നെ ഇവരമ്മ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അനു ഇതിങ്ങനെ കണ്ടന്റ് രീതിയിൽ അങ്ങനെ ആക്കി എന്നാണ്. പക്ഷെ ലക്ഷ്മിയാണ് ഇത് ആദ്യം ഇത് കണ്ട് ഇത് വെളിയിൽ നിന്ന് കണ്ട് ഇത് പറഞ്ഞത് നന്നായി, എല്ലാവരും കണ്ട കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അനുവിന്. അപ്പൊ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്? അപ്പൊ ലക്ഷ്മണൻ അത് വന്ന് ഇന്ന് ഒരാഴ്ച ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി സ്പേസിന് വേണ്ടിയിട്ടാണ് അനു ചെയ്യുന്നത്. എന്താ അല്ലേ ബുദ്ധി. ഞാൻ കണ്ടു കുറെ പേര് ലക്ഷ്മി ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് വന്ന് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്നത്. കണ്ടില്ല, ഇത്രേ ഉള്ളൂ. ഈ ഒരാഴ്ച വന്ന് നിന്ന് പുറത്തുനിന്ന് വന്നിന്ന് കണ്ടത് കാണിച്ചു ചെയ്തു. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞപ്പോ ഈശ്വര ഈ സംഭവം അകത്ത് ഇവര് കേറിയിട്ട് നടന്ന ഇതിൽ അനുവിന് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ആയെന്ന് അറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഗെയിം സ്ട്രാറ്റജി ഒക്കെ പോയി. ഇപ്പൊ കണ്ടോ അതെ. ഇനിയിപ്പോ നമുക്ക് വൈൽഡ് കാർഡുകളുടെ ആ ഒരു ഗെയിം ഇനി എങ്ങോട്ടാ പോണേന്നാണ് അടുത്ത ആഴ്ച കാണേണ്ടത്. അതെ. അപ്പോഴത്തേക്ക് പ്രവീൺ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ടാന്ന് പറഞ്ഞു പ്രവീൺ കിടക്കുന്ന ഉദ്ദേശിക്കുന്ന എന്തോന്ന് നമുക്ക് ഊഹിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പ്രവീൺ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും.
അത് വിട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് മസ്താനി ജിഷനൊക്കെ എന്ത് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്, ഇവിടെ അപ്പാനിയായിരുന്നു അതിനെ പിടിക്കുക, ഇപ്പൊ അതിലും ഗെയിമായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു. അപ്പൊ മസ്താനി പറയുന്നുണ്ട് അതായത് എന്താണ് മസ്താനി നിങ്ങൾ ഇത് കണ്ടോ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് നോക്കി മസ്താനി പറഞ്ഞു ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞത് ഇവിടെ ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂട്ടാനായിട്ട് ചിലർ പറഞ്ഞു, ഒരു കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്കറിയാം എങ്ങനെ റേറ്റിംഗ് കൂട്ടണമെന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മുടെ അനൂനെയാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ആഴ്ച അനൂനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനൂരിന്ന് പറഞ്ഞായിരുന്നു ഞാനിവിടെ ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂട്ടാൻ അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നത്, ബിഗ് ബോസിന് അതിന് എന്നോട് ഒരു നന്ദിയില്ല എന്ന് അനു പറഞ്ഞായിരുന്നു. ശമ്പളത്തിന് ഒരു കൂറ് കാണിച്ചല്ലേ ഒരു നന്ദിയാണ്, മറ്റൊന്റെ ജീവിതം വെച്ചിട്ടല്ല കൂറ് കാണിക്കുന്നത്, അതുകൂടെ ആലോചിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബറിനോട് ചോദിക്കുന്നത് എന്താ അക്ബർ ഇതിനെ കുറിച്ച് പറയാനുള്ള, കാരണം അക്ബർ ഇത് ഈ ഒരു ആക്ട് അവിടെ നടക്കുന്ന സമയത്ത് അക്ബർ എണീറ്റ് പോയ ആളാണ്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കുമ്പോ ഒണിയിൽ പറയുന്നു ഒണിയിലും എണീറ്റ് പോകുന്നത്, നമ്മൾ ആരും ഒണിയിൽ എണീറ്റ് നമ്മൾ അക്ബർ പോകുന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. തന്നെ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ലൈവ് കണ്ടതാണ് ഇതിന്റെ. അപ്പൊ അവന് അക്ബർ പറയുന്നു എന്റെ ഫ്രണ്ട്സ് ആണ് അവര്, എനിക്ക് അവരെ നന്നായിട്ട് അറിയാം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഇവിടെ ഈ വൈൽഡ് കാർഡുകൾ വന്നവരൊക്കെ ഈ മാറിയും തിരിഞ്ഞും ഒക്കെ ഇപ്പൊ ഒന്നുമില്ല, അവർക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം അവരൊക്കെ കണ്ടെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇവിടെ ഇത്രയും ദിവസം നിന്നത്. മാത്രമല്ല ജിഷൻ ഈ അനു അത് പറഞ്ഞ സമയത്ത് ജിഷൻ കണ്ടു എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് വരെ ചെയ്യാൻ നോക്കി. അതായത് ജിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊന്നും കുടുംബ പ്രേക്ഷകരെ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ലൈവിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന് മുന്നേ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് കട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് വരെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞു. അതായത് ഈ ഒരു സംഭവം നടന്ന സമയത്ത് നമ്മൾ കാണിച്ച കാര്യം ജിഷൻ പറഞ്ഞപ്പോൾ ജിഷൻ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിലാണെങ്കിൽ പോലും നമ്മളിപ്പോ കാണിക്കുന്ന ഡെഫേർഡ് ലൈവ് ആണല്ലോ, ഈ ലൈവ് പോലും ലൈവായിട്ട് നടക്കുന്നതല്ല കാണിക്കുന്നത്, ഒരു ദിവസം മുന്നേ നടക്കുന്ന റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതിലും ഇവർ കട്ടിങ്സ് ഒക്കെ വരുത്താറുണ്ടാവും. അപ്പൊ ആ കട്ടിങ്സിൽ പോയതാണ്, അത് നമ്മളെ കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ട് കാണിച്ചില്ല എന്ന് ജിഷൻ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ അക്ബർ ഇവിടെ പറഞ്ഞത് കേട്ടോ. ബിഗ് ബോസിന് ഇങ്ങനെയുള്ള സീൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ TRP റേറ്റിംഗിനായിട്ട് വിടും. കാര്യം ഹിന്ദിയിലൊക്കെ കിസ് ചെയ്യുന്ന സീൻ വരെ കാണിച്ചിട്ടുണ്ട്, അത് വിടാതിരിക്കും. അല്ല ബിഗ് ബോസ് അങ്ങനെ അങ്ങ് മാറ്റി വെക്കണമെങ്കിൽ കഴിഞ്ഞോട്ടം ജാസ്മിന്റെ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെക്കണമായിരുന്നു. അപ്പൊ അതൊന്നും ചെയ്യത്തൊന്നുമില്ല. അതെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട് ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്നുള്ളതൊന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ ചപ്പാത്തി കളി എന്ന് പറഞ്ഞപ്പോ ഗിസൽ ചപ്പാത്തി കളി എന്ന് പറയുമ്പോൾ ഗിസലിനെ പോയി കൈപിടിച്ച് മാറ്റുന്നു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് കാണിക്കുന്നുണ്ട്. അതിന്റെ കൂടെ അതിന്റെ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മുടെ ഗിസൽ എല്ലാവരുടെ ഇരുന്ന് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞത് തെറ്റാണ്, അത് ലാലേട്ടൻ വന്നിട്ട് തന്നെ എനിക്ക് അതിനൊരു നീതി വേണം എന്നുള്ള രീതിയിൽ പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ലാലേട്ടൻ പറയുന്നു ഗിസയിൽ എത്ര മനോഹരമായിട്ടാണ് ഒരു പ്രശ്നം വന്നതിനെ ഡീൽ ചെയ്തത് എന്ന് നോക്കൂ, അത് ഹാൻഡിൽ ചെയ്യുന്നതിലാണ് കാര്യം എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറയുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും അതിന് ക്ലാപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലേ വിഷം വന്നു കഴിഞ്ഞാൽ പെരുമാറുന്നത്. ചിലവർ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും എത്ര ഇതുണ്ട് മെച്ചൂർഡ് ആണെങ്കിലും പൊട്ടിത്തെറിക്കും ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അനു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ തിരിച്ച് അവരെ പറയുമ്പോ അവർക്ക് എന്തോരം കൊള്ളൂന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. അതെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ എണീറ്റ് എന്നിട്ട് പറയുന്നുണ്ടോ എന്ന് നിന്റെ മൊയ്തീൻ എന്നുള്ള ആ ഒരു ഇതില് ആ ഒരു സീൻ ഞാനും അനുവും കൂടെ റിക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു ടാസ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എപ്പിസോഡിൽ വന്നിട്ടില്ല കേട്ടോ, അത് ലൈവിൽ എങ്ങാണ്ടായിരുന്നു. അതെ, ആ ഒരു സീനില് ഞങ്ങള് കെട്ടിപ്പിടിച്ചു നിന്നൊക്കെ അത് ചെയ്തു. അപ്പൊ അനു നല്ല രീതിയിലൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് നിന്നൊക്കെ ചെയ്തത്, ഒരുമിച്ച് നിന്ന് ഞങ്ങളത് ചെയ്തത്. ആ അനുവാണ് എന്നെയും ഗിസലിനെയും കൂടെ ഞങ്ങൾ ഇങ്ങനെ കിടന്നതിന് ഒന്ന് ഒരുമിച്ച് കിടന്നതിന് ഈ രീതി പറഞ്ഞത്. അപ്പൊ അനു ചെയ്യുന്നതിന് പ്രശ്നമില്ല, ഞങ്ങൾ ചെയ്യുന്നതിന് പ്രശ്നമാണ്. മാത്രമല്ല അനുവിന് എൻ്റെ അടുത്തൊരു ക്രഷ് ഉണ്ടായിരുന്നു, ആ ഒരു രീതി അനു നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശൈത്യ അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ശൈത്യ അത് എണ്ണീറ്റ് പറയുന്നുണ്ടായിരുന്നു. അനു വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ആര്യനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അനു പറയുന്നത് അയ്യോ അത് കൊച്ചു പയ്യനല്ലേ, എനിക്കൊരു ക്രഷ് തോന്നിയെന്ന് ഞാൻ ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനി എത്രയൊക്കെ നിങ്ങൾ ഈ അനു ഫാൻ ആയാലും അനുവിന്റെ PR ആണെങ്കിലും നിങ്ങൾ എത്രയൊക്കെ ഇനി തർക്കിച്ചാലും ആര്യനായിട്ട് ഒരു കോംബോ പിടിക്കാൻ അനു ശ്രമിച്ചിട്ടുണ്ട്.
അതായത് ഞങ്ങൾ ഈ ലൈവ് കണ്ടിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ നല്ല രീതിയിൽ ലൈവ് കണ്ടിട്ടുണ്ട്, ഈ സീനൊക്കെ കണ്ടിട്ടുമുണ്ട്. അനുവിന്റെ എക്സ്പ്രഷനും മുഖഭാവവും പെരുമാറ്റവും കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു ഞങ്ങൾക്ക് അനു ലവ് പോകുമ്പോൾ പിടിക്കാൻ നല്ല രീതിക്ക് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി എത്ര തർക്കിച്ചെന്ന് പറഞ്ഞാൽ ലൈവ് കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് നല്ല രീതിക്ക് മനസ്സിലാവുകയും ചെയ്തു. കാരണം 5-6 കൊല്ലം ഞങ്ങൾ സ്നേഹിച്ച് കെട്ടിയവരുമാണ്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും, ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ല മാത്രമല്ല അനുവിനൊരു ലവ് കോംബോ പിടിക്കാൻ അവിടെ അനു ആളെ നോക്കുന്നുണ്ട്. കാരണം അനു വന്ന സമയത്ത് ഓൾറെഡി പറയുന്നുണ്ട്, അതായത് ആര്യന്റെ ഒക്കെ വയസ്സ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ടായിരുന്നു, കാരണം എനിക്ക് ലവ് കോംബോ പിടിക്കാൻ ഇവിടെ ആരും ആയിട്ടില്ല, ഇനി ആരെങ്കിലും പുതിയതായിട്ട് സൺഡേയുടെ ഒക്കെ ഉള്ള ഒരാൾ വരണം എങ്കിലേ ഉള്ളൂ, അതിന് വൈൽഡ് കാർഡായിട്ട് വല്ലതും വരുമെന്ന് നോക്കാന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ ലൈവില് വൈൽഡ് കാർഡുകൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു, അനു പ്രവീണിനെ കോംബോ ആക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു സംസാരവും ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഡൗട്ട് ആയിരിക്കാം എന്തായാലും ഞങ്ങൾ കണ്ട കാര്യമാണ്, നേരിട്ട് കണ്ടതുമാണ്. ആ സീൻ ലൈവ് നമ്മൾ കണ്ടത് അതിനാണ്. പിന്നെ ഇനിയിപ്പം അനുവിന്റെ ചിലവരുണ്ടല്ലോ റീൽസിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനു വേണ്ടി ട്രൈ ചെയ്ത് എന്തായാലും ചെയ്തിട്ടുണ്ടല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അനു പറയുന്നുണ്ട്, അയ്യോ അത് കൊച്ചു പയ്യനല്ലേ, ഞാൻ തമാശക്ക് പറഞ്ഞാണ്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നതെല്ലാം തമാശ, മറ്റുള്ളവർ പറയുമ്പോ അത് നിങ്ങൾക്ക് തമാശ അല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗിസയില് വന്നിട്ട് പറയുന്നുണ്ട്, അതായത് ജയിലിൽ കിടന്നപ്പോൾ ഗിസേൽ അനുവിനോട് ചോദിച്ചായിരുന്നു, നീ ചെയ്തത് തെറ്റാന്ന് തെളിഞ്ഞാൽ നീ സോറി പറയുമെന്ന് നോക്കുമ്പോൾ അനു പറഞ്ഞായിരുന്നു, ഇല്ല ഞാൻ ചെയ്തത് തെറ്റല്ല, അത് ക്യാമറയിൽ കാണിക്കാത്തവരായിരിക്കും, ഇവരാരും അത് പറയാത്തതാണ്, ഇവിടെ ഉള്ളവരാരും അത് ഞാൻ കണ്ടത് തന്നെയാണ്, ഞാനത് പുറത്തു പോയാലും പറയൂന്ന് പറഞ്ഞു. ഒരു സോറി പോലും അത് ചോദിക്കുന്നില്ല, അതെനിക്ക് വളരെ മോശമായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ട് ഗിസയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ലാലേട്ട ശരത്ത് നിങ്ങളത് ഭയങ്കര ഇതായിട്ടൊക്കെ പറഞ്ഞല്ലോ, എന്താന്ന് നോക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഇല്ല എനിക്ക് അവർ ഫ്രണ്ട്സ് ആയിരുന്നുണ്ട് എനിക്കറിയാം. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത്, അങ്ങനെ എല്ലാവരും ആദ്യം പറഞ്ഞ അല്ല, ആദ്യം ഇത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി, പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു അവരത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനുശേഷം അനുവിന്റെ അടുത്തും ഗിസേലിന്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, ബാഡ്ജ് എന്തിയാ, ഒരു ബാഡ്ജ് കൊടുത്തിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിട്ടാം, ആ ബാഡ്ജ് എന്തിയെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ഇട്ടിട്ടില്ല. അപ്പൊ അവിടെ എവിടെയും വെച്ചിട്ടേക്കുവാണ്, ഒരാൾ പിഞ്ഞു പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട്, ഒരാൾ ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് പോയി ഇട്ടോണ്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ പോയി ഇട്ടോണ്ട് വരുമ്പം അനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ഫോട്ടോയിൽ എന്തുവാ കാട്ടിക്കൂട്ടിയെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ചുമ്മാ തമാശക്ക് വരച്ചാന്നാണ്. അപ്പൊ അനുവിന്റെ ഫോട്ടോ കത്തിച്ചപ്പോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോ മറ്റുള്ളവരുടെ ഫോട്ടോ അനു ഇത് ചെയ്യുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവത്തില്ലേ, അനു ഭയങ്കര വിഷമം കാണിച്ച ആളാണല്ലോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു തമാശക്ക് ഏതാണ് ലാലേട്ടാന്ന് പറയുമ്പോഴത്തേക്കും അനു ചെയ്യുന്നതെല്ലാം തമാശ, ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ മാത്രം അത് തമാശയല്ല എന്നിങ്ങനെ. തമാശ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും കൂടെ അത് തമാശയായിട്ട് തോന്നുന്നു, ഇല്ലെങ്കിൽ അതൊരു തമാശ അല്ല എന്നുള്ള രീതിയിലും ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലാലേട്ടൻ വീട്ടുകാരോട് എല്ലാവരുമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു തെറ്റിൽ നിങ്ങൾ എല്ലാവരും ഇൻവോൾവ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഒരു പണിഷ്മെന്റ് തരുന്നുണ്ട്. അടുത്ത 1 വീക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചിട്ട് നിങ്ങളുടെയൊക്കെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകി കൊടുക്കണം, അങ്ങനെയെങ്കിൽ അഴുക്ക് പോട്ടെ. അക്ബറിനെ ഒഴിവാക്കായിരുന്നു എനിക്ക് തോന്നി, കാര്യം അക്ബർ ആ സീനിൽ നിന്ന് മാറി എതിർക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അക്ബറിനെ ഒഴിവാക്കണമായിരുന്നു എന്നാണ് എന്റെ ഒരു ഈ ഒരു കാര്യമല്ല, മൊത്തത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത്. അതെ, എന്നിട്ട് ലാലേട്ടൻ നമ്മളോടും അവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇതൊരു പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ്, 3 തലമുറ കാണുന്ന ഒരു ഷോ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പല രീതിയിലുള്ള പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഈ ഷോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓരോ കമ്മ്യൂണിറ്റി 4 ആൾക്കാരെ എടുക്കുന്നത് സഹിതം എല്ലാം നമ്മുടെ സൊസൈറ്റി മാറുന്നത് അതിനനുസരിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനൊരു പാർട്ടാവാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഷോ നോക്കുന്നത്. അപ്പം സീരിയലിന് വേണ്ടിയിട്ടല്ല. അപ്പൊ ഈ രീതി ഒന്നും കൊണ്ടുവരരുത്, നമുക്ക് യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്നിട്ട് ലാലേട്ടൻ ഒരു എന്തായിരുന്നു ഇന്റർവെല്ലിന് പോകുന്നുണ്ട്, ഇന്റർവ്യൂവിന് പോകുന്നുണ്ടേ. അപ്പൊ നമ്മുടെ അനു ഇവിടെ കടുകട്ടിയായിട്ട് ഇരിക്കട്ടോ, കരച്ചിലോ കുടിച്ചിലോ ഒന്നുമില്ല. അപ്പൊ വയൽക്കാട് വന്ന് അനുവിന്റെ കരച്ചില് വെളിയിൽ പ്രശ്നമാണ്, അതേ ഉള്ളു പ്രശ്നം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ കരയേണ്ട കേട്ടോ. ആൾക്ക് എങ്ങനെ മാറാൻ പറ്റുമെന്ന് നിങ്ങളും കൂടി പറഞ്ഞു, അനു ഫാൻസ് കൂടി ഒന്ന് പറയണം കേട്ടോ. അത് എങ്ങനെ മാറാൻ പറ്റുമെന്നും കൂടി എനിക്കൊന്ന് പറയണേ, ഒരാളുടെ ക്യാരക്ടർ ഇങ്ങനെ മാറ്റാൻ പറ്റൂ. അപ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ, നിന്റെ സ്ക്രിപ്റ്റ് പൊട്ടിയാനു, ഇനി അത് ഇവിടെ ചെലവാവില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അനു പറയും, ഇല്ല ഞാൻ കണ്ടേന്ന് പറഞ്ഞ അനു പറയുമ്പോഴത്തേക്ക് ആദില ഭയങ്കരമായിട്ട് എണീറ്റിട്ടൊക്കെ പറയണത്, നീ ഇനി കൂടുതലും മിണ്ടണ്ട, നീ ലാലേട്ടനെ മുമ്പ് വെച്ച് അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ മസ്താനി ഇല്ല ഉള്ളതാന്ന് പറയുമ്പം ആദില പറയുന്നത്, നീ കൂടുതലും മിണ്ട, നീ മസ്താനി വന്നത് ഇവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാണോ അതോ അനുവിന്റെ വേലക്കാരിയായിട്ടാണോ വന്നത്? അനു എന്തോ തർക്കിച്ചപ്പം ആദില പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ വരുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ പറഞ്ഞതാ കള്ളം, അതായത് അതിൽ പറഞ്ഞതാ കള്ളം, നീ ധൈര്യമായിട്ട് എണീറ്റ് പറയാൻ പറഞ്ഞു.
അത് പറഞ്ഞിട്ടില്ല കേട്ടോ അനു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബൗളിന്ന് ഒരു സ്റ്റോർ റൂമിൽ ഒരു ബൗളുണ്ട്. ബൗളിന്ന് ഇങ്ങനെ ചീട്ട് എല്ലാവരുടെ പേര് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ തുണി കഴുകാൻ വിഴുപ്പലക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിഴുപ്പലക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം നമ്മുടെ ഷാനവാസിനെയും രണാഫാത്തിമയും വേറൊരു റൂമിലാണ് ഇട്ടേക്കുന്നത്. കാര്യം ലാലേട്ടനെ കാണാൻ പറ്റത്തില്ല, ലാലേട്ടന് ഇവരെ കാണാൻ പറ്റത്തില്ല എന്നല്ലേ. ലാലേട്ടനെ ഇവർക്ക് കാണാനോ ഒരു ഹിന്റോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഇവര് ഈ ഷോ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് ലാഭമായാലും എന്ത് ഷാനവാസ് രക്ഷപ്പെട്ടു കേട്ടോ. കാരണം അച്ഛനെയൊക്കെ വിളിച്ചത് അതൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. ഒരിടയ്ക്ക് ഇത് നല്ലതാന്ന് തോന്നുന്നു. ചിലപ്പോ ചോദിക്കുമായിരിക്കും, കൊണ്ടുപോയിപ്പിക്കും. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ അനീഷിന് കിട്ടുന്നത് സാബുമാന്റെ ഡ്രസ്സാണ് കഴുകാൻ. അനുവിന് കിട്ടുന്നത് പ്രവീണിന്റെ ഡ്രസ്സ്, അഭിലാഷിന് കിട്ടുന്നത് ആര്യന്റേത്, അക്ബറിന് കിട്ടുന്നത് അനീഷിന്റെ ഡ്രസ്സ്, ഒനിയലിന് നൂറയുടെ ഡ്രസ്സ്, ചൈത്തയ്ക്ക് അനുവിന്റെ ഡ്രസ്സ്, അപ്പാനിക്ക് ബിന്നിയുടെ ഡ്രസ്സ്, ആര്യന് രേണുവിന്റെ ഡ്രസ്സ്. അതിപ്പോ ആര്യന് ഇനി കഴിവണ്ട. പിന്നെ ഗിസേലിന് നെവിന്റെ ഡ്രസ്സ്, ബിന്നിക്ക് ശരത്തിന്റെ ഡ്രസ്സ്. അങ്ങനെ ബിന്നിക്കും കഴുകണ്ട. ഓക്കെ, സാബുമാന് ജിഷിന്റെ ഡ്രസ്സ്, ജിഷിന് ഷൈത്തയുടെ ഡ്രസ്സ്, രേണുവിന് ലക്ഷ്മിന്റെ ഡ്രസ്സ്, ആദില ഒനിയലിന്റെ ഡ്രസ്സ്, നൂറയ്ക്ക് അക്ബറിന്റെ ഡ്രസ്സ്, നെവിന് രണ ഫാത്തിമയുടെ ഡ്രസ്സ്, രണയ്ക്ക് അഭിലാഷിന്റെ ഡ്രസ്സ്, ഷാനവാസിന് മസ്താനിയുടെ ഡ്രസ്സാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇവര് വേറെ റൂമിലാണ് ഇരുത്തിയേക്കുന്നത്, ഷാനവാസിനെയും രണ ഫാത്തിമയും. അപ്പൊ നെവിൻ ആ ബൗളും അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഈ എടിപ്പിച്ചേക്കുന്നത്. അങ്ങനെ പ്രത്യേകം ബിഗ് ബോസ് പറഞ്ഞ് ചോദിച്ച് പറയുന്നതാണ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മസ്താനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണ് മസ്താനി ഈ പുറത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നതെന്ന് നോക്കുമ്പോൾ മസ്താനെ പറയുന്നുണ്ട് ഞാൻ ഗെയിം റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എന്ന് പറയുമ്പം ലാലേട്ടൻ ചോദിക്കുന്നതാണ് അത്രയേ ഉള്ളോ? അപ്പം മസ്താന വേണം അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ആര്യനെ വിളിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു ഇവിടെ ഒരു ബോയ് ഫ്രണ്ടിന്റെ കാര്യം അറിഞ്ഞതൊക്കെ ഭയങ്കര സീനല്ല, അത് എന്താന്ന് നോക്കുമ്പോഴത്തേക്ക് ആര്യം പറയുന്നുണ്ട് എന്നോട് അത് മസ്താനിയാണ് പറഞ്ഞത്, അനുവിന് പുറത്ത് ബോയ് ഫ്രണ്ട് ആയിട്ട് ബ്രേക്കപ്പ് ആയ കാര്യമൊക്കെ മസ്താനിയാണ് പറഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ മസ്താനി എന്ന് പറയുമ്പോൾ മസ്താനി പറയുന്നത് അപ്പൊ അക്ബറിനോടൊക്കെ പോയി പറഞ്ഞതെന്ന് നോക്കുമ്പോൾ മസ്താനി അക്ബറൊക്കെ എന്നെ വിളിച്ചിരുത്തി ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ അനുവിനോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കഥ പറയൽ റൗണ്ടിൽ അനു ബോയ് ഫ്രണ്ടിന്റെ കാര്യമൊന്നും പറയാത്തത് എന്താന്ന് അനുവിനോട് ചോദിച്ചപ്പോൾ അനു പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് പറയാൻ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് അനു പറഞ്ഞു തോന്നുന്നത്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് അവർ തന്നെ പറഞ്ഞില്ലേ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പേഴ്സണൽ കാര്യങ്ങൾ പറയാനായിട്ട്, പിന്നെ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചു. കട്ടപ്പയായ പോലെ മസ്താനി കട്ടപ്പയാവത്തില്ലേ? കാര്യം അനുവിന്റെ കൂടെ എന്നിട്ടാണ് ഈ പണി കാണിച്ചേക്കുന്നത്. പക്ഷെ അനുവിന് അത് പ്രശ്നമല്ല. മസ്താനി പറഞ്ഞത് പ്രശ്നമില്ല, ശൈത്യ പറഞ്ഞത് മാത്രമാണ് പ്രശ്നം. എനിക്കൊന്ന് മസ്താനി അനുവിന്റെ ഗെയിം വെളിയിൽ നിന്ന് കണ്ടിട്ട് വന്നോണ്ടായിരിക്കും ഒരു മയത്തിലൊക്കെ അനു ഈ വൈൽഡ് കാർഡ്സിനോട് പെരുമാറുന്നതെന്ന്. അതെ, അപ്പൊ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആര്യനോട്, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ലേ, അത് പറയണ്ടേ? കാരണം ഇവിടെ അനു ശൈത്യയെ കിടന്നു കുറ്റം പറയായിരുന്നു, ശൈത്യാണ് അത് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളത് പറയണ്ടല്ലേ നോക്കുമ്പോൾ ലാലേട്ടൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് ശൈത്യ എണീറ്റിട്ട് പറയുന്നുണ്ട് എനിക്കിവിടെ പേഴ്സണൽ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ ഗെയിം കളിക്കേണ്ട കാര്യമില്ല, ഞാൻ അല്ലെന്ന് പറഞ്ഞിട്ട് അവള് കേൾക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ശൈത്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ല, ശൈത്യ പേഴ്സണൽ കാര്യം പറഞ്ഞൊന്നും ഗെയിം കളിച്ചിട്ടില്ല. പക്ഷെ ഈ കൂടെ എന്നിട്ട് മറികണ്ഠം ചാടിയിട്ടുണ്ട്, അതുകൊണ്ടാ പേര് വീണത്. അതെ, എന്നിട്ട് നമ്മുടെ വൈൽഡ് കാർഡുകളെ വിളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മസ്താനെ എണീറ്റിട്ട് പറയുന്നത് ഞാൻ പുറത്തെ ഗെയിമും ലൈവും ഒക്കെ കണ്ടിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് മസ്താനെ പറഞ്ഞപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇവിടെ വളരെ മോശം വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കുന്നുണ്ട്, അത് അപ്പാനിയാ പറഞ്ഞു. അപ്പം മസ്താനി പറയുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള വേർഡൊക്കെ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രവീണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പ്രവീൺ പറയുന്നത് അതായത് ഇന്നലെ അക്ബറൊക്കെ പാത്രം കഴുകാനായിട്ട് രാത്രി കയറി വന്നില്ല ഗുണ്ടയും നമുക്ക് സിനിമയിലൊക്കെ കാണുന്നതാണ്. ശരിക്കും പറഞ്ഞ പേടിയായി ഒരുമാതിരി ഒരു ഗുണ്ട കയറി വരുന്ന അതിന്റെ കൂടെ കുറെ കൂട്ടർ കയറി വരുന്ന എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. അതെ, അപ്പൊ സാബുമാൻ ചോദിക്കുന്നോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ഞാൻ ഗെയിം പഠിച്ചു വരാൻ അത്ര സമയമൊന്നും ഇല്ല മോനെ, വീട്ടിൽ നിന്ന് പഠിച്ചാ പോരെ, ഞങ്ങളും പഠിച്ചോണ്ടിരിക്കുക, വെളിയിൽ നിന്ന് പഠിക്കാമല്ലോ, അതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി. അതെ, അപ്പൊ നമ്മുടെ അനീഷിന്റെ അടുത്ത് എങ്ങനെയുണ്ട് നമ്മുടെ വൽക്കാടുകളെന്ന് നോക്കുമ്പോൾ അനീഷ് എനിക്ക് പോലും അറിയാത്ത എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നതാണ് മസ്താനി വന്നത്, ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് മസ്താനി എന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. പിന്നെ ലക്ഷ്മി ഇവിടെ വന്ന ഉടനെ ബിഗ് ബോസിൽ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് നന്നാക്കാന്നും പറഞ്ഞിട്ടാ വന്ന കുറെ റൂളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ശരിയായിട്ട് തോന്നിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവീൺ പറയുന്നുണ്ട്
പ്രവീൺ എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര കണ്ണിങ് ആണ്. സ്ക്രൂ കയറ്റി എരിയേറ്റിരിക്കാൻ സാബുമാനെ പിന്നെ ആണെങ്കിൽ ഒരു ആദ്യത്തെ ദിവസം ചട്ടൂരി കാണിച്ചേ ഉള്ളൂ. അല്ലല്ല, ഇടയ്ക്കൊരു ദിവസം പറഞ്ഞ സാബുമോൻ എന്താണെന്ന് കാണിക്കാനുള്ള ഒരു ടാസ്ക് കൊടുത്തപ്പോ പോലും ഇവിടെ നമുക്ക് പ്രീഷ്യസ് ആയിട്ട് കിട്ടുന്ന ടൈം പോലും പകുതി മുക്കാലും ടൈം ഉടുപ്പൊരി കാണിച്ച് ബോഡി കാണിക്കാൻ നിൽക്കുക അതെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ജിഷന്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര റൗഡി ആയ ഒരു ക്യാരക്ടർ ആവയ്യവാനായിട്ടാണ്. അതായത് നമ്മൾ കണ്ണി നോക്കിക്കഴിഞ്ഞാൽ പേടിക്കണം എന്നുള്ള രീതിയിലുള്ള ക്യാരക്ടറാണ് ആളാവാൻ നോക്കുവാണ് എന്നാണ് ജിഷിന് പറയുന്നത്. അപ്പോ ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണ് ഗുണ്ടായുസം, അക്ബർ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നോക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇവിടെ നമുക്കൊന്നും നിവിൻ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റനെ ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പോലും കുളിച്ചു കഴിഞ്ഞ് വന്ന് രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ പാത്രങ്ങൾ മൊത്തം അങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അത് പറയാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് നെവിൻ ഇവിടുന്ന് ഓടിപ്പോയി കിടക്കുന്നാണ്ടോ ഓടിപ്പോകുന്നാണ്ടോ, അതുകൊണ്ട് പുതപ്പ് മൂടി കിടന്നിട്ട് ആ പുതപ്പ് മാറ്റാനായിട്ടാണ് ഞങ്ങൾ നോക്കിയത്. അതിന് മുന്നേ തന്നെ നെവിൻ ഇങ്ങനെ പുതപ്പ് മൂടി കിടന്നെന്ന് പറഞ്ഞിട്ട് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടെ ചിലരൊക്കെ പറഞ്ഞു ഇത് എന്റെ വീടല്ലെന്ന് പറഞ്ഞു, ഇത് നിങ്ങളുടെ വീട് തന്നെയാണ് ലാലേട്ടൻ. അതായത് മസ്താനി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി ഇവിടെ എല്ലാം ചെയ്യാനായിട്ട് ഇത് എന്റെ വീടൊന്നും അല്ല എന്ന് നമ്മുടെ മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതായത് പ്രവീൺ പറഞ്ഞല്ലോ അവിടെ ഗുണ്ടായുസം കാണിച്ചു വന്നു, അപ്പൊ പേടിച്ചെന്നുള്ള പ്രവീൺ ഇട്ടൊരു കൊട്ടായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നത് നിങ്ങൾ പ്രവീണിന്റെ അടുത്തൊന്നും പോയില്ലല്ലോ, നിങ്ങൾ നെവിന്റെ അടുത്തല്ലേ പോയത് എന്ന് പറഞ്ഞു ചോദിക്കുമ്പം അക്ബർ പറഞ്ഞിട്ട് ഇല്ല ഞങ്ങൾ നെവിനോടാണ് പോയത്. ഉടനെ പ്രവീൺ എണീറ്റിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പുതുപ്പ് മൂടി കിടന്നപ്പോ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഒരു മെയിൻ ഗുണ്ട കൂടെ രണ്ട് ചെറിയ ഗുണ്ട വന്ന് പുതുപ്പ് തള്ളി തുറന്ന് വന്ന് വലിച്ചു മാറ്റി. അപ്പോഴത്തേക്ക് കണ്ടപ്പോ ഞങ്ങൾക്ക് അങ്ങ് പേടിയായി പോയി ലാലേട്ടാന്നൊക്കെ പറഞ്ഞു പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞത് പേടിക്കണ്ട ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നെവിൻ എന്താ ഇതെന്ന് ചോദിച്ചപ്പം നെവിൻ പറയുന്നത് നമ്മളോട് രണ്ട് രീതിയിൽ ഒരു കാര്യം പറയും, പക്ഷെ അവർ ഭയങ്കര റൗഡിസം കാണിച്ചു വന്നിട്ടാണ് പറഞ്ഞത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അക്ബർ അങ്ങനെയൊക്കെ വന്ന് തുറച്ച് നോക്കി സംസാരിക്കുമ്പോഴൊക്കെ പേടിയാവും, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പോയത്. ഇപ്പം ഞാൻ ഒരു ചെറിയ സ്കിൻ കളർ ഒരു ഇന്നർ മാത്രം ഇട്ടിട്ടൊക്കെയാ കിടന്നിരുന്നെങ്കിൽ എന്തായേനെ ലാലേട്ട, ഇപ്പൊ നിങ്ങൾക്ക് ക്യാമറക്കൊക്കെ പണിയുണ്ടാക്കി വെച്ചേനെ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു. അതെ അപ്പോൾ നമ്മുടെ അക്ബർ തിരിച്ചു പറയുന്നുണ്ട് അതുണ്ടാവില്ല, എന്തായാലും നീ ഇവിടെ ഓടിപ്പോയ സമയത്ത് നിനക്ക് തുണി ഊരാൻ പറ്റത്തില്ല, നീ ഇവിടെ ഓടിപ്പോകുമ്പോ തുണിയിട്ടോട്ടാ ഓടിപ്പോയി പൊതിച്ചത്. നിവിൻ പക്ഷെ ഇച്ചിരി ഒന്ന് അല്ലേ ഒരു മയത്തി വന്ന് ചോദിക്കായിരുന്നു, പറയായിരുന്നു. അക്ബറും ഇച്ചിരി റാഷായിട്ടാണ് സംസാരിച്ചേക്കുന്നത്. അതെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിലാഷിനോട് ചോദിക്കുമ്പോൾ അഭിലാഷ് എണീറ്റ് എന്നിട്ട് പറയുന്നു അത് പിന്നെ അഭിലാഷിന് എല്ലാവരും നമ്മളെ ഈ ബിഗ് ബോസിനകത്ത് തന്നെ ഒരാളെ റിവ്യൂ പറയാൻ ഇരിക്കുന്ന പോലെ എനിക്ക് അഭിലാഷിനും തോന്നിയിട്ടുള്ള കേട്ടോ. എല്ലാത്തിനും ലാലേട്ടൻ വിളിച്ച് ചോദിക്കുമ്പോ വന്നത് അല്ലാതെ അകത്തൊന്നും കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പ്രശ്നങ്ങളിലൊന്നും. അപ്പം അഭിലാഷ് എന്നിട്ട് റിവ്യൂ പറയാണ് ഇവിടെ വയൽക്കാടുകളെല്ലാം പുറത്തുനിന്ന് വന്നവരായി തന്നെയാണ് വീട്ടിലുള്ളവർ കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ കയ്യിലും പ്രശ്നമുണ്ട്, ഇവരുടെ കയ്യിലും ഉണ്ട് അവരുടെ കയ്യിലും ഉണ്ട് എന്നുള്ള രീതിയിൽ അഭിലാഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് നടന്നത്. അപ്പൊ എന്നിട്ട് രേണുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ രേണു വീട്ടിൽ പോണവരെ രേണു അയ്യോ ലാലേട്ടാ പോണ കാര്യമില്ല അത്രേ പറഞ്ഞുള്ളൂ എനിക്ക് വേണ്ട. അപ്പൊ ലാലേട്ടൻ ചോദിക്കും അല്ല കൊറേ ആയി പറയുന്നു, ശരി എന്നാ വീട്ടിൽ പോവാലോ. അപ്പൊ രേണു പറഞ്ഞു എനിക്ക് വിഷമം വരുമ്പോ ഞാൻ പറയുന്നതിന് പോണേയാണ് ലാലേട്ട. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു അല്ല എല്ലാവരും ചോദിക്കുന്നു നിങ്ങൾ വീട്ടിൽ പോണം അയ്യോ ആ കുട്ടിയെ കണ്ടില്ല വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ എത്ര കിടന്ന് കരയുന്നത്, എന്നിട്ട് നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചേക്കാണല്ലോ അതിനെന്നാ വീട്ടിൽ വിട്ടുകൂടെ എന്ന് ചോദിക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്, എന്നാ പിന്നെ നമുക്ക് അങ്ങ് പോയാലോ, എന്തായാലും നമുക്കൊരു തീരുമാനം എടുക്കണം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അതല്ലോ ഒരു നല്ല കാര്യം കേട്ടോ, കഴിഞ്ഞ സീസണിലെ പോലെ സഹിച്ചോണ്ടിരുന്നില്ലല്ലോ, കൊണ്ടുപോയല്ലേ. അതെ 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 നല്ല കാര്യം. അത് കഴിഞ്ഞ് ഒരു ഇന്റർവെല്ലിന് പോയി, അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ പ്ലാച്ചീനെ പറ്റി ലാലേട്ടൻ ചോദിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ടതുണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ പ്ലാച്ചി എടുത്തുകൊണ്ട് അനു വരുന്നുണ്ട്. അപ്പം എല്ലാവരോടും ചോദിക്കുന്നത് എന്താണ് എല്ലാവർക്കും പ്ലാച്ചിയെ പേടിയാണോ, ആര്യൻ അതൊന്ന് വാങ്ങി പിടിക്കൂ. അപ്പൊ എന്നിട്ട് ആര്യൻ ഇങ്ങനെ വാങ്ങി പിടിക്കുമ്പം ചോദിക്കുന്നുണ്ട് എന്താ ആര്യൻ പേടിയാണോ, ഇതെടുത്തിട്ടൊരു മന്ത്രം ചൊല്ലും ലാലേട്ടാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെയൊക്കെ കുറച്ച് പേടിയാണ്, ഇപ്പൊ കുഴപ്പമില്ല
അത് അനുവിന്റെ അടുത്ത് നോക്കിയാൽ എന്താ വല്ല കാര്യം ഉണ്ടോ നോക്കിയപ്പോ അനു പറഞ്ഞില്ല ചുമ്മാ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ പേടിയുണ്ടോ അതിലെന്ന് നോക്കുമ്പോ ഇപ്പൊ പേടിയില്ല എന്ന് പറഞ്ഞിട്ട് അക്ബറിന് കൊടുക്കും, എല്ലാവരുടെയും കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. പക്ഷെ അതൊരു തമാശക്ക് കാണിക്കുന്നത്. ഇപ്പൊ ഒരു സെൻസി എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇത് ഒരു കാര്യമായിട്ട് എടുത്തേണ്ട കാര്യമൊന്നുമില്ല. അനു അതൊരു തമാശക്ക് ഒരു കാര്യം അങ്ങനെ. അനുവാണെങ്കിൽ ബിഗ് ബോസിന് റേറ്റിംഗ് കൂട്ടാനും കണ്ടന്റ് ഇടാനും വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിലും കണ്ടാൽ മതിയായിരുന്നു. അപ്പോഴത്തേക്ക് അനീഷിനോട് ചോദിക്കുന്നത് എന്താ അനീഷ് അപ്പൊ അവയെ കുറിച്ച് ഞാൻ അപ്പൊ അവയെ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല ലാലേട്ടാ എന്ന് തന്നെ നമ്മുടെ അനീഷ് പറയുന്നുണ്ടോ. തുമ്മുന്നതോ അല്ലെ പാത്രം വീഴുന്നതോ അല്ലെ ഗ്ലാസ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മൈൻഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അതെങ്ങനെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇതിപ്പോ സീസൺ 7 ആയി എന്നാലും ബിഗ് ബോസ് പറയുന്ന പോലും അനുസരിക്കാത്ത ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ബിഗ് ബോസിൽ ഒന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ കേൾക്കാറില്ല. ഒരു ഗെയിം വന്നാൽ പോലും അത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ അകത്തോട്ട് വരണമെന്നും പറഞ്ഞിരുന്നേ, പക്ഷെ ഞാൻ വരുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ റെസ്പെക്റ്റും ഇല്ല അല്ലേ, ലാലേട്ടന് ഒരു മര്യാദ ഇല്ല അങ്ങനത്തെ ഒരു. അതെ, അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഈ സീസൺ 6 വരെ നമ്മുടെ ലാലേട്ടൻ വീട്ടിനകത്ത് കയറി വരുമ്പോൾ ഉള്ളൊരു റെസ്പെക്റ്റോ കാര്യങ്ങളൊന്നും ആരും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ലാലേട്ടനും ഒരു താല്പര്യം ഇല്ലാത്ത കണക്കാണ് അവിടെ ഇരുന്നത്. എന്നിട്ട് കൊണ്ടുവന്ന കുറച്ച് സ്വർണ്ണ നാണയം കൊണ്ടുവന്നപ്പോ അത് തട്ടിപ്പറിക്കാൻ എല്ലാം ഉണ്ടായിരുന്നു. അത് അപ്പൊ ഈ വീട്ടിലോട്ട് വരുന്ന സമയത്തിനിടയിൽ നമ്മുടെ ശരത്ത് അനുവിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്ന ശരിയല്ല, നീ പറഞ്ഞ കാര്യം അതിപ്പം നിനക്ക് അറിയത്തില്ല, നീ അതങ്ങ് വിടുക. അപ്പൊ അനു ഒന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ശരിയാണ്, ഞാൻ എന്ത് തെറ്റാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ തന്നെ അനുഭവിക്കും. അപ്പം ആരെയും വന്നിട്ട് പറയുന്നുണ്ട്, എടി തെറ്റ് പറ്റിപ്പോയി അതങ്ങ് വിടുക. അപ്പൊ അനുവിന് ഇല്ല എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, നീ കുറെ അഭിനയിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അനിനെയും കുറെ പറഞ്ഞിട്ട് അനു പോയി കേട്ടോ. പക്ഷെ അത് ആരെയാണെങ്കിലും ശരത്താണെങ്കിലും നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുത്താണ് തോന്നിയത്. പക്ഷെ അനു ഞാൻ പിടിച്ച മേലിന് 4 കൊമ്പെന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ നിന്നത്. സ്വപ്നം കണ്ടാണോ എനിക്കറിഞ്ഞൂടാ, എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ ഇതായിട്ട് നിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇനി പക്ഷെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി മൊത്തം ഗെയിമും പോയി, ഉള്ള സപ്പോർട്ടും പോവും, അകത്ത് എല്ലാം ടാർഗറ്റ് ആവും. അത് മാത്രല്ല ഭയങ്കര പ്രശ്നം, അകത്ത് എങ്ങനെ പിന്നെ ഉള്ള ദിവസം നിക്കുക. അതെ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ ഒരു പാട്ടൊക്കെ ഇട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് സോഫയിൽ ഇരിക്കുന്നുണ്ട്. അക്ബർ ഒരു പാരഡി സെയിം പോലെ പാടുന്നുണ്ട്, അതിലെല്ലാരെയും ഇട്ട് കുത്തുന്നുണ്ട്. പിന്നെ തിരുവാതിര ഡാൻസ് ഗേൾസിന്റെ വക ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ഗോൾഡ് കോയിൻ, എപ്പോഴും അത് ലാലേട്ടൻ വരുമ്പോ 1 ഗ്രാമിന്റെ എന്തോ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഗോൾഡ് കോയിൻ. അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. അതെല്ലാരും കൂടി തള്ളിപ്പറക്കല്ല, നമ്മളെല്ലാം ഒരു കൊട്ടയിലാണ് ഗോൾഡ് കോയിൻ ഇട്ടിട്ട് വന്നത്. ഞാൻ സാധാരണ സീസൺ 7 വരെ ഞാൻ കണ്ടിട്ടുള്ള എന്താന്ന് വെച്ചാല് ഓരോ കോയിൻ എടുത്ത് ലാലേട്ടൻ ഓരോരുത്തർക്കും കൊടുക്കുന്നു. അവര് കാലൊക്കെ മേടിക്കുന്ന സാധനമല്ലേ പുള്ളി. ഇവരെല്ലാരും കൂടി കടപ്പുറമെന്ന് പറഞ്ഞില്ല, നമ്മള് സ്കൂളില് ചോറുമ്പതി തുറക്കുമ്പോ എല്ലാരും കൂടി വന്ന് കൈയിട്ട് നടക്ക് എടുത്തോണ്ട് ലാലേട്ടൻ പോലും ആരും മൈൻഡ്. എനിക്ക് അതൊക്കെ കാണുമ്പോ ഭയങ്കര വിഷമം തോന്നി. ലാലേട്ടൻ ചിലപ്പോ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. ഒരു ഇത്തിരി ഒരു മര്യാദയൊക്കെ അതെ, ലാലേട്ടന് ഒട്ടും അവരായിട്ട് ഒരു എന്താ പറയണേ, ഒരു മിങ്കിൾ അല്ലാത്ത രീതിയിൽ, ഒരു കംഫർട്ട് ഇല്ലാത്ത രീതിയിൽ. എല്ലാ സീസണിലും ലാലേട്ടന് എല്ലാവരുമായിട്ട് മിങ്കിളും ആണ്. പക്ഷെ അതിലും 1-2 പേര് ലാലേട്ടന് ഫേവറേറ്റ്സ് ആയിട്ട് തോന്നിയെന്ന് നമുക്ക് തന്നെ തോന്നുന്നവരുണ്ട്. ഈ സീസണിൽ ആരെയും തോന്നില്ല അല്ലേ, ആരോടും ഒരു ഇതും ഇല്ല, അറ്റാച്ച്മെന്റും ഇല്ല പുള്ളിക്കാരന്. അങ്ങനെ എല്ലാവർക്കും ഉള്ള പായസം അവിടെ ഇരിപ്പുണ്ട്, എല്ലാരും എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണുവിന്റെ ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്, എല്ലാ വട്ടവും വന്ന് ക്യാമറയുടെ മുമ്പിൽ പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അപ്പം പുറത്തുനിന്ന് കാണുന്നവർക്ക് തന്നെ തോന്നാറുണ്ട് നമ്മളിവിടെ പൂട്ടിയിട്ടേക്കാണോ എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, രേണു എന്റെ കൂടെ പുറത്തേക്ക് വരാം. അപ്പോഴും രേണുവിന് പോണോന്നില്ല കേട്ടോ, വേണോന്ന് രേണു പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ രേണുവിനെയും വിളിച്ചിട്ട് ലാലേട്ടൻ പുറത്തു പോയി. എല്ലാരും പായസമൊക്കെ നിന്ന് കുടിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും രേണു പോയതിൽ ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട്, സാധാരണ ഒരാളെ പുറത്താക്കുന്ന പോലെ അല്ല ഇത്, നിങ്ങൾക്ക് നല്ല വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് സ്റ്റേജിൽ വന്നിട്ടേ എന്താണ് രേണു എന്ന് ചോദിക്കുമ്പം രേണു പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് എന്റെ പിള്ളേരെ കാണണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ സുധിച്ചേട്ടൻ മരിച്ച ടൈമിൽ എനിക്കൊരു ട്രോമ വന്നതാണ്, അതെനിക്ക് വീണ്ടും ഇവിടെ വരുന്ന പോലെ ഒരു ഫീലൊക്കെ ഉണ്ട്. എനിക്ക് എന്നെ വോട്ട് ചെയ്താലും എനിക്ക് നിന്ന് കളിക്കാൻ പറ്റണ്ടേ, ഞാനെന്നുള്ള ആൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് രേണു പോയി. വീഡിയോ കാണിച്ചാ? രേണുവിന്റെ വീഡിയോയും കാണിച്ചില്ലെന്ന് കാണിക്കാനാ. എന്നാലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പയ്യ മുമ്പത്തെ സീസണിൽ ഒന്നും ചെയ്യാത്തവരൊക്കെ. പിന്നെ ബിഗ് ബോസ് വിചാരിച്ചാണ് ഇത്രയും കാശും കൊടുത്ത് വെറുതെ നിർത്തിയത്. ശമ്പളം പോയത്. ഒരു ഡേയില് 15,000 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ രേണു. എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂട്ടോ, ഞാൻ ഇങ്ങനെ കണ്ടത് വെച്ചിട്ടാ പറയാം. അപ്പൊ എത്ര രൂപ പോയി?
അതെ, ഇത്ര 34 ദിവസം ആവുന്നു. അതെ. പോയിക്കാട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയത്. അതെ, പിന്നെ ഇനി വീഡിയോയും കൂടെ എഡിറ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലെന്ന് എഡിറ്റർക്കുള്ള കാശ് മുതലാക്കി. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എവിക്ഷൻ ആണ്. എവിക്ഷനിൽ ഒരു 5 പേരെ വിളിക്കുകയാണ്. അപ്പാനി, അനീഷ്, ഒണിയൽ, ബിന്നി, അഭിലാഷ്, നൂറ. ഇവർ ഇത്രയും കൂടെ സ്റ്റോർ റൂമിൽ ഒരു പുലിയുടെ മാസ്ക് ഉണ്ട്, അതെടുത്തിട്ടിട്ട് വന്നിട്ട് കൊട്ടി കേൾക്കുന്ന സമയത്ത് പുലികളി കളിക്കണം. കളിക്കുന്ന പോലെ കൊട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യണം, കളിക്കണം. അതില് ഒരു വേട്ടക്കാരൻ വന്ന് എലിമിനേറ്റ് ആവുന്ന ആളെ എടുത്തുകൊണ്ടങ്ങ് പോകും, വിളിച്ചുകൊണ്ടങ്ങ് പോകും. അങ്ങനെ വേട്ടക്കാരൻ വരുന്നുണ്ട്, ഇവരെ തകർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമേ ഓരോരുത്തരെ വിളിച്ചോണ്ട് വന്നിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചു കണക്ക് വെക്കും. ലാസ്റ്റ് അപ്പാനി ശരത്തിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അക്ബറിന് അവിടെ ഇരുന്നുകൊണ്ട് താടിക്ക് കൈയും കൊടുത്ത്, അതായത് ഇതണക്ക് ചീത്ത വിളിയും വെള്ളം ആയി തന്നെ ഇതണക്ക് താടിക്ക് കൈയും കൊടുത്തിരിക്കുക. അപ്പാനി അക്ബർ കരയുന്നുണ്ട്, നൂറ കരയുന്നുണ്ട്, ഇസയില് ആര്യനൊക്കെ കരയുന്നുണ്ട്, ബിന്നിയൊക്കെ നല്ല കരച്ചിലാണ്. അപ്പോഴത്തേക്ക് മസ്താനെ അവിടെ ചിരിച്ചു കളിച്ചിട്ട് എന്നെ തെറി വിളിച്ചോണ്ടാണ് പോയത്, അങ്ങനെയുള്ള രീതിയിൽ താങ്ക് യു ബിഗ് ബോസ്, അടുത്ത ആഴ്ച ഞാനും പോയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ ഒരു കാഴ്ച തന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞു. അതായത് തെറി വിളിച്ചോണ്ട് പോയെന്നുള്ള. അപ്പൊ ബിന്നി പറയുന്നത് നിന്നെ തെറി വിളിച്ചോണ്ടൊന്നും അല്ല പോയത്, കഴിഞ്ഞ ആഴ്ചയിലെ വോട്ടിങ്ങിലെ ആൾക്ക് കുറവായിരുന്നു കാണും, കഴിഞ്ഞ ആഴ്ചയിലെ ആളുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും പോയത്, പിന്നെ നീ സൂക്ഷിച്ചു, നിന്റെ ഭാഷ അത്ര ശരിയൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് ബിന്നി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് മസ്താനി തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങള് പാക്ക് ചെയ്ത് വെച്ചാട്ടാ ഉടനെ ആയിട്ടാ പോവും എന്ന് പറഞ്ഞിട്ട് മസ്താനി പറയുമ്പോ നമ്മുടെ ആരാണ് ഈ ലക്ഷ്മി, അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് മസ്താനി എടുത്ത്, ഈ മതി പോവേണ്ട ആള് പോയല്ലോ, ഇനി ഇങ്ങനത്തെ ബാഡ് ആയിട്ടുള്ള സംസാരം നമുക്ക് വേണ്ടാന്ന് വെക്കുന്ന പറഞ്ഞിട്ട് നമ്മുടെ മസ്താനി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റേജിലേക്ക് മസ്താനെ അപ്പനെ വിളിക്കുന്നു. എന്താണ് തോന്നിയെന്ന് പറയുമ്പം അക്ബർ പറയുന്നുണ്ട്, എനിക്ക് ഇന്നലെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയതാണ്, പക്ഷെ എനിക്ക് കുറച്ച് ദിവസം കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു, കാരണം ഈ ഭാര്യനെയൊക്കെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞൊക്കെ അപ്പാനി കണ്ടല്ലേ, അപ്പം നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ ബാഡ് വേർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടാവാം പോകുന്നത്, എന്നാലും ഞാൻ പോകുന്ന കരുതിയില്ലെന്ന് പറഞ്ഞു. പിന്നെ മോഹൻ വീഡിയോ ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്, അതില് നമ്മുടെ മസ്താനി പറയുന്ന അടുപ്പിച്ച് പുറത്താക്കുക, അപ്പാനി അടുപ്പിച്ച് പുറത്താക്കുക എന്നിങ്ങനെ പറയുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലുള്ളവരെയും കാണിക്കുന്നുണ്ട് പോവാൻ നേരത്ത്. അങ്ങനെ അക്ബർ ഭയങ്കര വിഷമമാണ്. അങ്ങനെ മസ്താനിയെ വിളിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിന്ന് അപ്പാനി പോയിന് ടാങ്ക്സ് ഒക്കെ പറയുന്നത്, ഭയങ്കര സന്തോഷമൊക്കെ കണ്ടല്ലോ. കാര്യം ഇതുവരെ ആരും അങ്ങനെ അല്ലേ പോകുമ്പോ ഇങ്ങനെ കിടന്ന് സന്തോഷിച്ച ആരും ഇല്ല, അപ്പൊ അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. അപ്പൊ മസ്താനി എണീച്ചിട്ട് പറയുന്നുണ്ട്, അത് എന്നെ ഭയങ്കരമായിട്ട് ഒരു ബാഡ് വേർഡ് വിളിച്ചിരുന്നു, അത് എനിക്ക് അതുകൊണ്ട് പോകുന്ന സന്തോഷാന്ന് പറയുമ്പം അപ്പൊ ലാലേട്ടൻ ചോദിക്കും, അപ്പൊ അത് നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച് തീർത്തുവിടായിരുന്നോ എന്ന് ചോദിക്കുമ്പം മസ്താനി പറയുന്നു, ആള് പേടിച്ചിരിക്കാൻ എനിക്ക് നേരിട്ട് മുഖം പോലും തന്നില്ല എന്ന് പറയുന്നു. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഉപയോഗിച്ച ഭാഷ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, അത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ മസ്താനിക്ക് അതൊന്നും കേട്ടാലൊന്നും വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല, ആ ഒരു ടൈപ്പാണെന്ന് തോന്നുന്ന ആള്. അങ്ങനെ പോയി നമ്മുടെ ശരത്ത് പോയി. ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഇന്നത്തെ 5 പേരുണ്ടായിരുന്നല്ലോ, അവരത്രയും സേവ്ഡ് ആണ്. പിന്നെ നാളത്തെ കാണിക്കുന്നുണ്ട്, നാളെ ഒരു എവിക്ഷൻ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പൊ നാളെ മസ്താനിക്കിട്ടുള്ള പണിയിൽ ലാലേട്ടൻ കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഷാനവാസ് ഒക്കെ സ്റ്റേജിൽ ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, എന്താണെന്ന് അറിയില്ല. അല്ല, ഷാനവാസിന് കൊട്ടു കൊടുക്കണമല്ലോ, ഇനി അതിന് വേണ്ടി വിളിച്ചായിരിക്കും. രണാഫാത്തിമ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നില്ലേ, അത് മസ്താനായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചിലപ്പോൾ ചോദിക്കാനായിരിക്കും. അപ്പൊ പൊതുവെ ഇത് അപ്പാനെയും കാട്ടി പോകാനുള്ളവരകത്തുണ്ടായിരുന്നു, എന്നാലും പോയി. എന്തായാലും ആള് ഉപയോഗിച്ച പദപ്രയോഗങ്ങളും വാക്കുകളും തന്നെയാണ് കളിച്ച ഗെയിം. ഇന്നത്തെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ട് ക്ലിയർ ആയിട്ട്. പ്രമോ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആയിരിക്കില്ല, പക്ഷെ ഇന്നത്തത് സംഭവം സെയിം തന്നെയായിരുന്നു. പിന്നെ അനുവിന്റെ ഗെയിം മാറ്റും, എന്തോ തോന്നുന്നത്? അനുവിന്റെ ഗെയിമിൽ മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇനിയിപ്പോ എന്താ നടക്കാൻ പോകുന്നതെന്നറിയോ, എല്ലാവരും കൂടി ഇനി അനുവിന് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ അനു ഒറ്റപ്പെടൽ തുടങ്ങും. ആദ്യത്തെ ആഴ്ച നടന്ന സംഭവങ്ങൾ വീണ്ടും, അതായത് രണ്ടാമത്തെ ആഴ്ച നടന്ന സംഭവങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അനുവിന് കുറെ സപ്പോർട്ടേഴ്സ് കൂടും, ഇവരെ നെഗറ്റീവായിട്ട് വന്നുകൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ വൈൽഡ് കാർഡുകൾ എങ്ങനെ കളിക്കുന്നതെന്നാണ് എനിക്ക് കാണേണ്ടത്. മാത്രമല്ല ആദില എങ്ങനെ ഗെയിം കളിക്കുമെന്നും നെവിൻ എങ്ങനെ ഗെയിം കളിക്കുന്നതാണ്. കാരണം ആദില അനുവിന്റെ ഒരു കാര്യങ്ങളും ആദിലക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ മാറ്റണം, അനുവിനെതിരായിട്ട് നിൽക്കണം. പക്ഷെ പ്രേക്ഷകർ വീണ്ടും ഒരു കട്ടപ്പ എന്ന് പറയുമെന്നുള്ള പേടിയിലാണ് നമ്മുടെ ആദില നിന്നത്. അതേപോലെ നെവിൻ ആ ഫാൻ സോണിൽ അനുവിന്റെ പേര് വന്നതിൽ പിന്നെ ദേന്ന് പറഞ്ഞിട്ട് ഉൾട്ട വീണ ആളാണ്. ഇനിയിപ്പോ തിരിച്ചിനി എന്താണ് അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അനുവിന്റെ ഗെയിം, അനു എന്തായാലും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, നല്ല ഗെയിമറൊക്കെ തന്നെയാണ്. പക്ഷെ ഇതേപോലുള്ള ചീപ്പ് ഗെയിം ഇട്ടിട്ട് നല്ല ഗെയിം കളിക്കുക, അപ്പൊ അതാകുമ്പോ അത്രയും കൊച്ചുകൂടി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് ഇടുക. ഇത് വെറും എന്താ പറയാ, ഒരു സീരിയൽ കണ്ടന്റ് എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞു.
അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. നാളത്തെ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാവേ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. ബൈ. ബൈ.